നമുക്ക് മെയിൻ ഷാഫ്റ്റും കൗണ്ടർ ഷാഫ്റ്റും ലേത്തി കൊണ്ടുപോയി നമുക്ക് പ്രസ് ചെയ്ത് ആ ഗിയർ ഊരിയിട്ട് സിങ്ക്രണൈസറിങ് മാറാം. അപ്പോൾ സിങ്ക്രണൈസർ സെക്കൻഡ് റിങ്ങിൻ്റെ അത് ഊരി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം അതിന് 3 mm കൂടുതൽ പ്ലേ ഉണ്ട്. ആ മാക്സിമം നമുക്കൊരു അതിൻ്റെ സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞത് 1.4 വരെയാണ്. അത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 1.0 mm മുതൽ 1.4 mm വരെ നമുക്ക് സ്റ്റാൻഡേർഡ് അളവാണ്. അതിൻ്റെ സർവീസ് ലിമിറ്റ് എന്ന് പറഞ്ഞത് 0.5 mm വരെയാണ് അതിൻ്റെ സർവീസ് ലിമിറ്റ്. നമുക്കെന്തായാലും ഈ പ്രസ് ചെയ്തിട്ട് മാറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം നമ്മളെ ക്രൗണ്ട് യൂണിറ്റ് എടുത്ത് വെച്ചു. എന്നിട്ട് വേണം നമ്മൾ മെയിൻ ഷാഫ്റ്റും കൗണ്ടർ വീലൊക്കെ എടുത്ത് വയ്ക്കാൻ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേത്തി കൊടുത്ത് സിങ്ക്രണൈസറിങ്ങൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മുടെ ഈ സെക്കൻഡ് ഗിയറിനായിരുന്നു ഇതിന് കംപ്ലൈൻറ്റ്. പക്ഷേ സെക്കൻഡ് ഗിയർ മാത്രമല്ല, ഫസ്റ്റ് ഗിയറിൻ്റെയും ഞാൻ മാറി. നമ്മൾ സാധാരണ ഇത് മാറുമ്പോൾ സെറ്റോടെ ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡും മാറണം, എന്നാലാണത് ക്ലിയർ ആവുള്ളൂ. ചില കേസിൽ ഇതിൻ്റെ ഈ ഹബ് ബോഡി മാറണം. ഈ ഹബ് ബോഡി മാറിയാലാണ് ക്ലിയർ ആവുള്ളൂ. ഇവിടെ ഞാൻ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും സിങ്ക്രണൈസറിങ് ലേത്തി കൊടുത്ത് മാറി. ലേത്തി കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് നമുക്ക് വർക്ക്ഷോപ്പിൽ അഴിച്ചെടുക്കാൻ പറ്റില്ല. ഇത് ലേത്തിൽ തന്നെ പ്രസ് ചെയ്ത് വേണം അഴിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ഗിയറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് എൻ്റെ ഓയിൽ സീലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഞാനിത് പുതിയ ഓയിൽ സീലെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. നമ്മൾ ഗിയർ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അസംബ്ലി യൂണിറ്റ് എടുത്ത് വയ്ക്കുമ്പോൾ മെയിൻ ഷാഫ്റ്റും കൗണ്ടർ ഷാഫ്റ്റും ഒന്നിച്ച് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഷാഫ്റ്റ് ഫോർക്കും ഇതോട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഇത് ടോപ്പ് ഗിയറിലേക്ക് ഇടാം. എന്നിട്ട് വേണം ഇതിനകത്ത് പയ്യെ ഇറക്കി വയ്ക്കാൻ. അത് നമ്മുടെ യുക്തം പോലെ ചെയ്താൽ മതി. ആ ഗിയർ ഇറങ്ങുന്നതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി റിവേഴ്സ് ആൻഡ് ഫിഫ്ത്ത് ഗിയറിൻ്റെ ഷിഫ്റ്റ് ഷാഫ്റ്റൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ റിവേഴ്സിൻ്റെ ഐഡ്ലർ ഗിയർ ഇത്രയും ഭാഗങ്ങൾ ഈ ഗിയർ ബോക്സിൻ്റെ അകത്തുള്ളൂ. ഇനി നമുക്ക് കവറിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് സൈഡിലെ ഗിയറിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ ബോൾട്ട് വരുന്ന വശം ഇവിടെ ഒരു മാർക്കുണ്ട്. ഈ മാർക്ക് നോക്കി വേണം വയ്ക്കാനായിട്ട്.
ഇതാണ് ഇതിൻ്റെ മാർക്ക്, ഐഡൽ ഗിയറിൻ്റെ ഷാഫ്റ്റിൻ്റെ. ഇത് ഈ ഭാഗത്തേക്കാക്കി കറക്റ്റ് ആക്കിയിട്ട് ഇനി കവറിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ കവർ ഇട്ടതിന് ശേഷം ഈ ഐഡൽ ഗിയറിൻ്റെ ഈ ബോൾട്ടങ്ങ് ഇട്ട് വെച്ചേക്കാം. ഷാഫ്റ്റിൻ്റെ റിയർ സൈഡിലുള്ള ബെയറിംഗ് ഇട്ടിട്ട് ഈ ലോക്ക് കൂടി ഇടുക. ലോക്ക് ഇട്ടിട്ട് ഇനി നമുക്കിവിടെ ഷിമ്മുണ്ട്. ഈ ഷിം വെച്ചിട്ട് നോക്കണം അതിൻ്റെ ഹൈറ്റ് എങ്ങനെയുണ്ടെന്ന്. പ്ലേ കൂടുതലാണെങ്കിൽ നമുക്ക് ഷിമ്മ് മാറ്റേണ്ടി വരും. കവറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള ഷിമ്മിട്ടു. ഷിമ്മിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് പ്ലേറ്റ് വെച്ച് മുറുക്കണം. നമ്മളിതിടുന്ന നേരത്ത് ഇതിൻ്റെ മാർക്ക് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ മാർക്ക് നോക്കി വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ നട്ട് കൂടി മുറുക്കണം.
ഇനി നമുക്ക് ഗിയർ ഷിഫ്റ്റ് സെലക്ട് ഷാഫ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. ഇത് 5th ടു റിവേഴ്സ് ഇൻ്റർലോക്ക് ബോൾട്ടാണത്. ഇത് ഗിയർ ഷിഫ്റ്റ് ഇൻ്റർലോക്ക് ബോൾട്ടും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിയർ ബോക്സ് ഓവറോൾ ചെയ്ത് വാഹനത്തിൽ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഓരോ ഗിയറും മാറി മാറി ഇട്ട് നോക്കി, ഡൗൺ ചെയ്ത് നോക്കി. വളരെ ക്ലിയറാണ് ഫ്രണ്ട്സ്. ഈ ഗിയർ ബോക്സ് ഓവറോൾ ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരെ goodbye.